നമുക്കിന്ന് കരിക്ക് കൊണ്ടുള്ള പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒന്നാണ് ഈ കരിക്ക് കൊണ്ടുള്ള പുഡിംഗ്. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വലിയ കരിക്കാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തെ പൾപ്പ് എടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരക്കപ്പ് കരിക്കിൻ്റെ വെള്ളവും എടുത്തിട്ടുണ്ട്. ഒരു കരിക്കിൻ്റെ വെള്ളം മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല, അരക്കപ്പ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു വെക്കാം. പിന്നെ ഈ ഇളനീർ പുഡിങ്ങിൽ ചേർക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് ജലാറ്റിനും ഉപയോഗിക്കാവുന്നതാണ്. 10 ഗ്രാം ചൈന ഗ്രാസിന് പകരം 10 ഗ്രാമിൻ്റെ ജലാറ്റിൻ പൗഡർ ഉപയോഗിച്ചാലും മതി. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഒരു 10-15 മിനിറ്റ് കുതിരാൻ വേണ്ടി വെച്ചാൽ മതി. അതും കൂടെ നമുക്കിനി ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1.5 കപ്പ് പാലാണ് എടുക്കുന്നത്. ഇത് ഒരു 1/2 ലിറ്റർ പാലില്ല, അതിൽ നിന്ന് കുറച്ച് കുറവാണ്. ഇതിന് നമുക്ക് ഗ്യാസിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇവിടെ ഞാൻ ഗ്യാസ് ഉണ്ടാക്കി പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ചൈന ഗ്രാസ് മെൽറ്റാകാൻ വേണ്ടി വേറൊരു ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 15 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ഇത് മെൽറ്റാകാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പാലിലോട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കുക. അതിനുവേണ്ടി ഞാൻ കണ്ടൻസ് മിൽക്കാണ് ഒഴിക്കുന്നത്. ഇതൊരു 1/2 ടൺ കണ്ടൻസ് മിൽക്കാണ്. അത് 400 ml ടിന്നിൻ്റെ പകുതിയാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞു. ഇപ്പോൾ പാലിപ്പം ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും ആ മെൽറ്റായി ചൈന ഗ്രാസ് ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ അതിൽ നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. ചൈന ഗ്രാസിന് പകരം നമുക്ക് ജലാറ്റിൻ ചേർത്ത് ഈ കരിക്കിൻ്റെ പുഡിംഗ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കാം. ഇതൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ മുമ്പേ അടിച്ചു വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. അതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് ഞാൻ മധുരം നോക്കിയപ്പോൾ അല്പം കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണം. ഇപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് പകരം കണ്ടൻസ് മിൽക്ക് അല്പം കൂടി ചേർത്താലും മതി. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലൊഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചൈന ഗ്രാസ് ചേർത്ത പുഡിങ് റൂം ടെമ്പറേച്ചറിൽ തന്നെ അതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് ഒരുവിധം സെറ്റാകും. അത് നന്നായിട്ട് അങ്ങനെ തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൻ്റെ താഴ്ച തട്ടിൽ വെച്ചാണ് ഇത് തണുപ്പിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സെറ്റായി കിട്ടി. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മറിച്ചിടാം. അതിൻ്റെ സൈഡ് ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് വിടിയിച്ച് കൊടുക്കാം. ചൈന ഗ്രാസ് ചേർത്ത പുഡിംഗ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ജലാറ്റിനാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് അത് സെറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഈ പുഡിങ് കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ് ഈ കരിക്കിൻ്റെ പുഡിങ്. അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. കരിക്കിൻ്റെ പുഡിങ് പോലെ കരിക്ക് കൊണ്ടുള്ള ഐസ്ക്രീമും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഒരിക്കൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതുവരെ കരിക്കിൻ്റെ പുഡിങ് ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും
ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.